ഹായ് ഓൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മളൊരു ബിസിനസ്സിനെ അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മുന്നേ TV, റേഡിയോ, ന്യൂസ് പേപ്പർ എന്നിവയെല്ലാം മാറി ഡിജിറ്റൽ മീഡിയാസ് ആവുമ്പോൾ അത് വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയാസ്, ഇമെയിൽസ് എന്നിവയായിട്ട് മാറുന്നു. ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ്, കസ്റ്റമേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ വേഴ്സറ്റൈൽ, നമുക്ക് എന്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ പോയിട്ട് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ ടൈം അനാലിസിസും കിട്ടുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ഇന്റലിജൻസ് നമ്മൾ ഒരു മെഷീനിലേക്ക് ആക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിലേക്ക് AI കൊണ്ടുവരുമ്പോൾ കോസ്റ്റ് കുറയ്ക്കുന്നു. അതുപോലെ മാർക്കറ്റിംഗ് ആഡ്സ് ദംസെൽസ് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് പേഴ്സണലൈസേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു വിസിറ്റർ ഒരു വെബ്സൈറ്റിൽ ഒരു പ്രൊഡക്റ്റ് 10 മിനിറ്റ്സ് നേരം അതിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പോപ്പപ്പ് പ്രൊട്ടക്ഷമായിട്ട് ബൈ നൗ എന്നുള്ള ഒരു ആഡ് കാണിക്കുന്നു. ഇത് അതിനുള്ള AIയുടെ ഒരു പേഴ്സണലൈസേഷൻ എക്സാമ്പിൾ ആണ്.